ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ 12ാം ക്ലാസ്സിലെ വിശ്വാസ പരിശീലന പാഠാവലിയിലെ 7ാമത്തെ അധ്യായമാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ അധ്യായത്തിന്റെ പേരാണ് ക്രൈസ്തവ വിശ്വാസവും ശാസ്ത്രവും. കൗമാരപ്രായത്തിലായിരിക്കുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന, നമ്മുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന മേഖലയാണ് ക്രൈസ്തവ വിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള ചേർച്ച. ഇവ രണ്ടും പരസ്പരം എങ്ങനെയാണ് സംവദിക്കുന്നത്, ഇവ രണ്ടും പരസ്പരം എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ മുതിർന്നു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സ്കൂളിലെ പഠനങ്ങളും അതല്ലാതെ നമ്മൾ ശേഖരിക്കുന്ന ഇൻഫോർമേഷനുകളും എല്ലാം വിശകലനം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്: എന്താണ് യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളത്? അല്ലെങ്കിൽ സത്യം അന്വേഷിക്കാനുള്ള ഒരു മനുഷ്യ മനസ്സിന്റെ അടിസ്ഥാനപരമായ ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചിന്തകൾ നമുക്കുണ്ടാകുന്നത്. എന്താണ് സത്യമെന്ന് ഒരിക്കൽ പീലാത്തോസ് യേശുവിനോട് ചോദിച്ചതാണ്. ഈശോ ആ ചോദ്യത്തിന് മുൻപിൽ നിശബ്ദതയാണ് പാലിച്ചത്. കാരണം നിത്യമായ സത്യം ദൈവമാണ്. ആ ദൈവം മുന്നിൽ നിന്നിട്ടും പീലാത്തോസിന് അത് മനസ്സിലായില്ല. സത്യം അന്വേഷിക്കുക, അത് കണ്ടെത്തുക, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക എന്നുള്ളത് മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള ഒരു വാസനയാണ്. അത് കാലഘട്ടത്തിനും ദേശത്തിനും രാജ്യത്തിനും സംസ്കാരത്തിനും ഭാഷയ്ക്കും വംശത്തിനുമെല്ലാം അതീതമായി മനുഷ്യർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാ കാലത്തും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഞാൻ ആരാണ്? ഞാൻ എവിടെ നിന്ന് വരുന്നു? എവിടേക്ക് പോകുന്നു? എന്താണ് ഈ ഭൂമിയിലെ എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം? ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, പ്രപഞ്ച രഹസ്യങ്ങൾ, ഇവയുടെയൊക്കെ അടിസ്ഥാനം എന്താണ്? ആരാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്? പ്രപഞ്ചത്തിന് തുടക്കവും ഒടുക്കവും ഉണ്ടോ എന്നുള്ളതൊക്കെ. ഇപ്രകാരം നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നിലനിൽപ്പിനെക്കുറിച്ചും അല്ലെങ്കിൽ പ്രകൃതിയെക്കുറിച്ചും നമ്മുടെ ചുറ്റും കണ്ട കാര്യങ്ങളെക്കുറിച്ചും മനുഷ്യർ നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നാണ് പല മതവിശ്വാസങ്ങളും ശാസ്ത്രവും രൂപം കൊണ്ടത്. സത്യം എന്താണെന്നാണ് എല്ലാ കാലത്തും മനുഷ്യൻ അന്വേഷണം നടത്തിയിട്ടുള്ളത്. ട്രൂത്ത്. ഈ സത്യം മനസ്സിലാക്കാനായി 4 കാര്യങ്ങളാണ് ഒരു മനുഷ്യന് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. അതിലൊന്നാണ് സെൻസറി എക്സ്പീരിയൻസ്. നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവങ്ങൾ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് മുതലായ സെൻസറി ഓർഗൻസിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ. രണ്ടാമത്തേത് നമ്മുടെ യുക്തിവിചാരം, റീസണിങ്. അതായത് കാര്യകാരണ ബന്ധത്തെ വിശദീകരിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു മനുഷ്യന്റെ കഴിവ്. അതാണ് റീസണിങ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഇൻറ്റ്യൂഷൻ, ഉൾക്കാഴ്ച. അത് ഒരു വ്യക്തിയുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇൻസൈറ്റ് ആണ്. നാലാമത്തെ കാര്യമാണ് ഫെയ്ത്ത്, വിശ്വാസം. ഈ 4 കാര്യങ്ങളിലൂടെയാണ് സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതിൽ ആദ്യത്തെ 2 മാർഗങ്ങൾ മാത്രമാണ് ശാസ്ത്രം ഉപയോഗപ്പെടുത്തുക. അതായത് സെൻസറി എക്സ്പീരിയൻസസ്, അതിലൂടെയുള്ള റീസണിങ്. ഇതിലൂടെ മാത്രമാണ് ശാസ്ത്രം ഒരു കാര്യത്തെ സത്യമെന്ന് വിശേഷിപ്പിക്കുക. അതേസമയം ഒരു ദൈവവിശ്വാസി ഈ 4 മാർഗങ്ങളിലൂടെയും സഞ്ചരിച്ചാണ് സത്യത്തിലെത്തുന്നത്. വിശ്വാസമുള്ള ഒരു ദൈവവിശ്വാസി ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ, അതിൽ നിന്നുള്ള യുക്തിവിചാരത്തിലൂടെ, അതിൽ നിന്ന് ലഭിക്കുന്ന ഉൾക്കാഴ്ചയിലൂടെ, വിശ്വാസത്തിലൂടെ യഥാർത്ഥ സത്യത്തെ മനസ്സിലാക്കുന്നു. ഈ വിശ്വാസവും യുക്തിയും പരസ്പരം എതിർക്കുന്നവയല്ല, അവ പരസ്പര പൂരകങ്ങളാണ്. അവ കോംപ്ലിമെന്ററി ആണെന്ന് നമുക്ക് പറയാം. അതായത് ഒന്ന് ഒന്നിനെ പൂർത്തീകരിക്കുന്നതാണ്. ഈ വിശ്വാസവും യുക്തിയും രണ്ടും ദൈവദാനങ്ങളാണ്. ഇതിൽ ഒന്നുപോലും മനുഷ്യന്റെ സൃഷ്ടിയല്ല. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ യുക്തിബുദ്ധിക്ക് അതീതമാണെങ്കിലും ഒരിക്കലും ഈ വിശ്വാസവും യുക്തിയും തമ്മിൽ പരസ്പരം വൈരുദ്ധ്യത്തിൽ ഏർപ്പെടുന്നില്ല. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥം 159 ഭാഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യന് ദിവ്യരഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും അവനിൽ വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം തന്നെയാണ് മനുഷ്യനിൽ ബുദ്ധിയുടെ പ്രകാശം നിക്ഷേപിച്ചത്. അതായത് മനുഷ്യനിൽ വിശ്വാസം ജനിപ്പിക്കുന്ന അതേ ദൈവം തന്നെയാണ് മനുഷ്യനിൽ ബുദ്ധിയുടെ വെളിച്ചം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവ രണ്ടും പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെടുന്ന ആശയഗതികളല്ല. ഇവ രണ്ടും പരസ്പരം വൈരുദ്ധ്യത്തിൽ ഏർപ്പെടുന്നവയല്ല. അവ രണ്ടും പരസ്പര പൂരകങ്ങളാണ്. മനുഷ്യന്റെ പുരോഗതിക്ക് മതവും ശാസ്ത്രവും ആവശ്യമാണെന്നാണ് കത്തോലിക്ക സഭയുടെ നിലപാട്. ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യഹൃദയങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നതിനാൽ വിശ്വാസമെന്ന ഒരു പ്രത്യേക സിദ്ധിയിലൂടെ ദൈവത്തെ കണ്ടെത്താൻ മനുഷ്യൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വിശ്വാസം, മതം, യുക്തി, ശാസ്ത്രം എന്നിവയെ നമുക്ക് എങ്ങനെ കുറച്ചുകൂടി വ്യക്തമായി ഡിഫൈൻ ചെയ്യാൻ പറ്റും? അതെങ്ങനെയാണ്?
സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ തന്റെ അസ്തിത്വം മുഴുവനും സമർപ്പിച്ചുകൊണ്ട് നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 143 ഭാഗമാണ്. അതായത് ദൈവം സ്വയം വെളിപ്പെടുത്തുമ്പോഴാണ് ദൈവത്തെ മനസ്സിലാക്കാൻ ഒരു മനുഷ്യന് സാധിക്കുക. അങ്ങനെ സ്വയം വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പൂർണ്ണ സമർപ്പണമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതേസമയം എന്താണ് യുക്തിയും ശാസ്ത്രവും? കാര്യകാരണ ബന്ധത്തെ വിശകലനം ചെയ്തും വിവേചിച്ചും സത്യം മനസ്സിലാക്കാനുള്ള ബുദ്ധിയുടെ ഒരു പ്രക്രിയയാണ് യുക്തി എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും വസ്തുനിഷ്ഠത, ഒബ്ജക്റ്റിവിറ്റി, കൃത്യത, പ്രിസിഷൻ എന്നിവയാണ് അതിന്റെ പ്രധാനപ്പെട്ട മുഖമുദ്രകൾ. അതായത് ഒരു സംഭവത്തെക്കുറിച്ചോ ഒരു കാര്യത്തെക്കുറിച്ചോ അതിന്റെ പിന്നിലുള്ള കാരണത്തെ വിശദമായി വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു ബുദ്ധിയുടെ പ്രവൃത്തിയാണ്. ഇതാണ് വിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, ദൈവശാസ്ത്രം. അതെന്താണ്? ദൈവശാസ്ത്രം എന്ന് പറയുന്നത് വിശ്വാസ സത്യങ്ങളെ യുക്തിസഹമായി വ്യാഖ്യാനിക്കുന്ന രീതിയാണ് ദൈവശാസ്ത്രം. അതായത് നാം വിശ്വസിക്കുന്ന സത്യങ്ങളെ കുറച്ചുകൂടി യുക്തിസഹമായി, റീസണിംഗ് എന്ന ഒരു മെത്തേഡ് സ്വീകരിച്ച് യുക്തിബുദ്ധിക്ക് ചേർന്നുകൊണ്ട് വിശ്വാസ സത്യങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയെയാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് വിശ്വാസം എന്നും എന്താണ് യുക്തി എന്നും എന്താണ് ദൈവശാസ്ത്രം എന്നും എല്ലാം കണ്ടു. ഇനി എങ്ങനെയാണ് യുക്തിയിലൂടെ നമുക്ക് വിശ്വാസത്തിലേക്ക് എത്തിച്ചേരാനാവുക എന്നുള്ളതാണ്. പ്രപഞ്ചവസ്തുക്കളിലെല്ലാം തന്നെ ദൈവ സാന്നിധ്യം പ്രതിഫലിക്കുന്നുണ്ട്. അത് ആരൊക്കെ നിഷേധിച്ചാലും പച്ചവെള്ളം പോലെ സത്യമാണ്. സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് സ്പർശിച്ചറിയാൻ സാധിക്കും. പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനും പണ്ഡിതനുമായിരുന്ന വിശുദ്ധ തോമസ് അക്വിനാസ് അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്ന 5 വാദമുഖങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ നിന്നും നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നത് യുക്തിയിലൂടെ. അതിൽ ഒന്നാമത്തെ പഞ്ചമാർഗങ്ങൾ എന്ന് പറയുന്നത് 5 മാർഗങ്ങളാണ്. അതിൽ ഒന്നാമത്തെ മാർഗമാണ് നാം കാണുന്ന പ്രപഞ്ചം എപ്പോഴും ചലിക്കുന്ന ഒന്നാണ്. അതായത് എപ്പോഴും ചലിക്കുന്ന ഒരു സിസ്റ്റത്തിന് അചഞ്ചലനായ ഒരു ചലനകർത്താവ് ഉണ്ടാവണം. അതായത് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിന് അതിനൊന്നും വിധേയനാകാത്ത അചഞ്ചലനായ ഒരു ക്രിയേറ്റർ ഉണ്ടാവണം. ഇതിനെ ചലിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ടാവണം, ഒരു വ്യക്തി ഉണ്ടാവണം. അത് ആണ് ദൈവമെന്ന ശക്തി. ഇനി രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് ഒരു വസ്തുവും പ്രപഞ്ചത്തിൽ അതിന്റെ ഉത്ഭവത്തിന് കാരണമല്ല. ഉദാഹരണത്തിന് പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവും അതിൽ നിന്ന് തന്നെ ഉണ്ടായതല്ല. അതിന്റെ ഉത്ഭവത്തിന് മറ്റൊരു വസ്തുവാണ് കാരണം. അതായത് ഏതൊരു ജീവിയെയും വസ്തുവിനെയും പ്രപഞ്ചത്തിലെടുത്താൽ അതിന് സ്വന്തമായി അതിൽ നിന്ന് തന്നെ ഉണ്ടാവാനായിട്ട് സാധിക്കില്ല. അത് അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു വസ്തുവിൽ നിന്നാണ് ഉണ്ടാകുക. ഈ ബൃഹത്തായ വലിയ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് കാരണവും ഇതുപോലെ തന്നെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ മറ്റൊരു കാര്യമായിരിക്കണം. ആ ആദി കാരണമാണ് ദൈവം. ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കം ഉണ്ടായിരിക്കുമല്ലോ ഒരു ദിവസം. അതിന്റെ ആദി കാരണം ദൈവമാണ്. ഇനി മൂന്നാമത്തെ വാദമുഖമാണ് എല്ലാ വസ്തുക്കളും ഒരിക്കൽ നശിപ്പിക്കപ്പെടുന്നതാണ്. അതിന് ആരംഭവും അവസാനവുമുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ നശിപ്പിക്കപ്പെടുന്ന നശ്വരങ്ങളായ വസ്തുക്കളുടെ തുടക്കത്തിന് ഒരിക്കലും നശിപ്പിക്കപ്പെടാത്ത ഒരു കാരണം ഉണ്ടായിരിക്കണം. അതാണ് ആദിയും അന്തവുമില്ലാത്ത ദൈവം. അതൊരു അനശ്വര സത്തയാണ്. ഇനി നാലാമത്തെ വാദമുഖം ഇതാണ്. വ്യത്യസ്തമായ ഗുണങ്ങൾ പല അളവിലാണ് ഓരോ ജീവജാലങ്ങളിലും കാണുന്നത്. ഓരോ വ്യക്തികളിലും കാണുന്നത്. സത്യം, നന്മ, സൗന്ദര്യം തുടങ്ങിയ ഗുണങ്ങൾ. ഈ ഗുണങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് അവയിൽ നിന്ന് തന്നെയല്ല. ആ വ്യക്തികളിൽ നിന്ന് തന്നെയല്ല. ഈ ജീവജാലങ്ങൾക്കെല്ലാം ഇത്തരത്തിലുള്ള ഗുണങ്ങൾ വ്യത്യസ്തമായ തോതിൽ നിറഞ്ഞ് അളന്ന് കൊടുക്കുന്നത് വേറൊരു പരമഗുണത്തിൽ നിന്നാവണം. അതായത് ഒരു ഗുണവും ആ ഗുണത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതല്ല. ഇത്രയും വ്യത്യസ്തമായ ഗുണങ്ങൾ വ്യത്യസ്തമായ തോതിൽ ഓരോ സൃഷ്ടി ജീവജാലങ്ങൾക്കും വിതരണം ചെയ്യണമെങ്കിൽ അതിന് എല്ലാം മുകളിലായി ഒരു പരമഗുണം ഉണ്ടായിരിക്കണം. എല്ലാ ഗുണങ്ങളും പൂർണ്ണമായിരിക്കുന്ന ആ സമ്പൂർണ്ണ ഗുണമാണ് ദൈവം. അഞ്ചാമത്തെ വാദമുഖമാണ് അക്വിനാസ് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ ഒരു അമ്പ് തൊടുത്ത് ലക്ഷ്യത്തിലേക്ക് അയക്കുന്ന പോലെ പ്രപഞ്ചവും അതിലെ എല്ലാ വസ്തുക്കളും ഏതോ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത് നാം കാണുന്നു. നാം ജീവിക്കുന്ന ഭൂമി, നാം ഭാഗമായ ഗാലക്സി, ഇങ്ങനെ എല്ലാ പ്രപഞ്ചത്തിലെ വസ്തുക്കളും ഏതോ ഒരു ലക്ഷ്യത്തിലേക്ക് നിരന്തരം ചലിച്ച് നീങ്ങുന്നതായി കാണുന്നു. നമ്മളൊരു അസ്ത്രം തൊടുത്തു വിടുമ്പോൾ അതിനു പുറകിൽ അതിനെ തൊടുത്തു വിടുന്ന ആൾ ഒരു ലക്ഷ്യത്തിലേക്ക് അതിനെ പായിക്കുന്ന പോലെ, ഒരു എഴുത്തുകാരനുള്ള സാന്നിധ്യം പോലെ നിരന്തരം ചലിച്ചുകൊണ്ട് അതീവ വേഗതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ നീക്കത്തിന് പിന്നിലും
അതിനെ തൊടുത്തുവിട്ട, അതിനെ നിയന്ത്രിക്കുന്ന ഒരു നിയന്താവുണ്ട്. ഈ 5 വാദമുഖങ്ങളും വിശുദ്ധ തോമസ് അക്വീനാസ് മുന്നോട്ട് വയ്ക്കുന്നത് ഇതൊന്നും ഓട്ടോമാറ്റിക്കായി ആകസ്മികമായി സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഓർക്കസ്ട്രേറ്റഡ് ബൈ ഗോഡ് എന്നുള്ള വാദമുഖമാണ് വിശുദ്ധ തോമസ് അക്വീനാസ് ഈ 5 കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നമുക്ക് വിശ്വാസം മനസ്സിലാക്കാൻ വിശ്വാസം വായിക്കുന്നത് നമ്മളുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിലൂടെയാണ്. ശാസ്ത്രത്തിന് ശാസ്ത്രത്തിൻ്റെതായ ചില ഗ്രന്ഥങ്ങളുണ്ട്. ഈ വിശുദ്ധ ബൈബിളും ശാസ്ത്രവും തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. വിശുദ്ധ ബൈബിൾ ദൈവനിവേശിതമാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം വിശുദ്ധ ലിഖിതങ്ങൾ എഴുതുന്നതിൽ ദൈവം മനുഷ്യരെ തിരഞ്ഞെടുക്കുകയും അവരുടെ കഴിവുകളും ശക്തികളും വിനിയോഗിക്കുന്നവരായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് ബൈബിളിലെ എല്ലാ വാചകങ്ങളും ദൈവനിവേശിതമാണ്. അത് ഒരേ സമയം ദൈവികവും മാനുഷികവുമാണ്. അതായത് മനുഷ്യൻ എഴുതിയതാണ്, മനുഷ്യന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച്, മനുഷ്യന്റെ സാഹിത്യ ശക്തി ഉപയോഗിച്ച് എഴുതിയതാണ്. പക്ഷെ അത് പങ്കുവയ്ക്കുന്നത് ഒരു ദൈവിക സത്യമാണ് എന്നുള്ളതാണ്. അതായത് ബൈബിളിലെ എഴുത്ത് ദൈവത്തിന്റെയും, അല്ലെങ്കിൽ ബൈബിൾ പങ്കുവയ്ക്കുന്ന സന്ദേശങ്ങൾ ദൈവത്തിന്റെയും, പക്ഷെ അതിലെ ഭാഷ, സാംസ്കാരിക പശ്ചാത്തലം, സാഹിത്യം എന്നിവ മനുഷ്യന്റേതുമാണ്. അതുകൊണ്ട് ബൈബിളിലെ ഭൂമിശാസ്ത്രവും വാനശാസ്ത്രവും മറ്ററിവുകളും ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ അറിവ് തന്നെയാണ്. ഉദാഹരണത്തിന് BC 2000 എന്ന് പറയുന്ന ഒരു വർഷത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലുള്ള മനുഷ്യരാശി അന്ന് അവരുടെ അറിവിലുള്ള ഭൂമിശാസ്ത്രവും വാനശാസ്ത്രവും മറ്ററിവുകളുമാണ് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പശ്ചാത്തലം. അതായത് ഒരു പ്രത്യേക ദൈവിക സന്ദേശത്തെ വെളിപ്പെടുത്തുന്നതിനായി അന്നത്തെ സാമൂഹിക ശാസ്ത്ര പശ്ചാത്തലം വിവരിക്കുമ്പോൾ അന്നത്തെ മനുഷ്യരുടെ അറിവാണ് അതിൽ പങ്കുവച്ചിരിക്കുന്നത്. അതിലൊരു ടൈം ട്രാവൽ നടന്നിട്ടില്ല. അതായത് ഇന്നത്തെ അറിവ് അല്ല ഒരിക്കലും അന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വിശ്വാസത്തെ സംബന്ധിച്ച്, ദൈവിക രഹസ്യങ്ങളെ സംബന്ധിച്ച് ബൈബിൾ പങ്കുവയ്ക്കുന്ന ഈ ആശയം എല്ലാ കാലത്തും ഒരേപോലെ ഒന്നായി നിലകൊള്ളുന്നു. അതായത് ഭാഷ, സാംസ്കാരിക പശ്ചാത്തലം, ശാസ്ത്രീയ അറിവുകൾ എന്നിവ മാനുഷികമായ രീതിയിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രം നടത്തുന്നത് എപ്പോഴും കണ്ടെത്തലുകളാണ്, ഡിസ്കവറീസ്. അതായത് ലോകത്ത് നിലനിൽക്കുന്ന ഒരു കാര്യത്തെ മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ആദിയിലെ സൃഷ്ടിച്ച എല്ലാ കാര്യങ്ങളും മനുഷ്യൻ കാലഘട്ടത്തിന്റെ പൂർണ്ണതയിൽ ഓരോരോ ടൈം ലൈനിൽ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം ഉള്ളിടത്തോളം കാലം ഇത് തുടരും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനുമുണ്ട്. എന്നാൽ ഇതൊന്നും സൃഷ്ടിക്കുന്നത് ശാസ്ത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം മുതലേ സൃഷ്ടിക്കപ്പെട്ട ചില കാര്യങ്ങൾ മനുഷ്യൻ തന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച്, അതിലൂടെ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ വളരുന്നതനുസരിച്ച് ഓരോ കാലഘട്ടത്തിലും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിത്യസത്യങ്ങളുടെ അല്ലെങ്കിൽ ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തൽ നമുക്ക് തരുന്ന ഗ്രന്ഥം എന്ന നിലയിലാണ്. ശാസ്ത്രത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രപഞ്ച സത്യങ്ങളുടെ പൊരുൾ തേടിയുള്ള ഒരു അന്വേഷണത്തിനെയാണ്. ഉള്ളതിനെ തന്നെ കണ്ടെത്താനോ കണ്ടെത്തിയതിനെ പ്രയോജനപ്പെടുത്താനോ നിർമ്മിക്കാനോ നടത്തുന്ന ഒരു അന്വേഷണമാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലായ വിശുദ്ധ ഗ്രന്ഥവും ശാസ്ത്രത്തിന്റെ അന്വേഷണ കണ്ടെത്തലുകളും ഒരിക്കലും പരസ്പര വിരുദ്ധമല്ല. ശാസ്ത്രത്തിന്റെ ലക്ഷ്യമല്ല ബൈബിളിൻ്റെത്. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ബൈബിളിന്റെ ലക്ഷ്യം ശാസ്ത്രീയമായ വിശകലനമോ ശാസ്ത്ര അവബോധം സൃഷ്ടിക്കലോ അല്ല, മറിച്ച് തികച്ചും ആത്മീയമാണ്. ദൈവത്തിന്റെ രക്ഷാകര രഹസ്യങ്ങൾ അല്ലെങ്കിൽ ദൈവിക രഹസ്യങ്ങളുടെ പദ്ധതികൾ, വിശ്വാസം മനുഷ്യനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദൈവിക വെളിപാട് പകർന്നു നൽകുക എന്നതിനപ്പുറം ഏതെങ്കിലും ഒരു ശാസ്ത്രീയ അറിവുകൾ കൈമാറുക എന്നുള്ളത് ബൈബിളിന്റെ ദൗത്യമല്ല. അതേസമയം ശാസ്ത്രം എന്ന് പറയുന്നതും ദൈവത്തിന്റെ ഒരു ദാനമാണ്. സൃഷ്ടാവിന്റെ മഹത്വത്തെ കൂടുതൽ മഹത്വപ്പെടുത്താൻ ക്ഷണിക്കുന്നവയാണ് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ. അപ്പോൾ ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ പലപ്പോഴായി നിങ്ങൾ മുതിർന്ന ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുമ്പോഴും ശാസ്ത്ര ചർച്ചകൾ നടത്തുന്ന കൂട്ടായ്മകളിൽ എത്തുമ്പോഴും ചോദിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ചോദ്യങ്ങളുണ്ട്. വിശുദ്ധ ബൈബിളിലെ സൃഷ്ടിയുടെ വിവരണം എന്ത് സന്ദേശമാണ് നൽകുന്നത്? ശാസ്ത്രത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നതും ബൈബിളും തമ്മിൽ ഈ കാര്യത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലേ? അപ്പോൾ നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളത്. ഇതുപോലെ തന്നെ പരിണാമ സിദ്ധാന്തത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതല്ല. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നത് ശാസ്ത്രവിരുദ്ധമാണോ എന്നുള്ളതാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ 1-ാം വാക്യമാണ്. അതായത് ഉണ്ടാകട്ടെ എന്ന ദൈവകൽപ്പനയിലൂടെ പ്രപഞ്ച സൃഷ്ടി, മനുഷ്യ സൃഷ്ടി എന്നീ വിഷയങ്ങൾ ബൈബിൾ ഒരു ഓർഡറിൽ വിവരിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ
ഔദ്യോഗിക മതബോധന ഗ്രന്ഥം പറയുന്നത്. യാതൊരു വിധത്തിലും മുൻപില്ലാതിരുന്ന അസ്തിത്വം ഒരു വസ്തുവിനോ ജീവിക്കോ കൊടുക്കുക. അതായത് ശൂന്യതയിൽ നിന്ന്, ഒരു എംപ്റ്റിനെസ്സിൽ നിന്ന് ഒരു പുതിയ അസ്തിത്വത്തെ സൃഷ്ടിക്കുക അല്ലെങ്കിൽ വിളിക്കുക എന്നതാണ് സൃഷ്ടികർമ്മം. ബൈബിളിലെ സൃഷ്ടി വിവരണം നൽകുന്ന പ്രധാനപ്പെട്ട 3 സന്ദേശങ്ങളാണ് ഉള്ളത്. ഒന്ന്, ദൈവമാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവ്. ദൈവമാണ് സകലത്തിന്റെയും സൃഷ്ടാവ്. ജീവന്റെ ആരംഭം ദൈവത്തിൽ നിന്നാണ്. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഇതാണ് ഉൽപ്പത്തി പുസ്തകം നമുക്ക് തരേണ്ട 3 പ്രധാനപ്പെട്ട ആത്മീയ വിശ്വാസപരമായ സന്ദേശങ്ങൾ. ദൈവമാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവ്. ജീവന്റെ ആരംഭം ദൈവത്തിൽ നിന്ന് മാത്രമാണ്. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അതായത് മനുഷ്യൻ മറ്റൊരു ഭൂമിയിലെ ആകസ്മിക പ്രോസസ്സിന്റെ സൃഷ്ടിയല്ല. ജീവൻ ആകസ്മികമായി ഉണ്ടായതല്ല. ഈ ലോകത്തിലുള്ള എല്ലാം ഒരു ദിവസം എങ്ങനെയോ ഉണ്ടായതല്ല എന്നുള്ളതല്ല നാം വിശ്വസിക്കുന്നത്. ദൈവമാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവ്. ജീവന്റെ ആരംഭം ദൈവത്തിൽ നിന്ന് മാത്രമാണ്. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ബിഗ് ബാങ്, തിയറി ഓഫ് എവല്യൂഷൻ, പരിണാമ സിദ്ധാന്തം തുടങ്ങി പല സിദ്ധാന്തങ്ങൾ ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികൾ വളരെ വൈവിധ്യമുള്ളതാണ്. ഇതിനെ എല്ലാത്തരം ശാസ്ത്രജ്ഞന്മാരും ഒരുപോലെ പിന്തുണയ്ക്കുന്നില്ല. ഓരോരുത്തർക്കും ഓരോ ആശയങ്ങളാണ്. പക്ഷേ കോമൺലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള പല സിദ്ധാന്തങ്ങളുമുണ്ട്. പക്ഷേ ഉൽപ്പത്തി പുസ്തകം വ്യാഖ്യാനിക്കപ്പെടേണ്ടത് എങ്ങനെ ഭൂമിയിൽ ജീവൻ ഉണ്ടായി, എങ്ങനെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു, എങ്ങനെ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്നതിനേക്കാൾ എല്ലാത്തിന്റെയും ഉത്ഭവം ദൈവത്തിൽ നിന്നാണെന്നും ദൈവമാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവ് എന്നും മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്നുമുള്ള അടിസ്ഥാന ആശയങ്ങളാണ്. അതായത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥം 289 ഭാഗത്തിൽ പറയുന്നുണ്ട്, ദൈവനിവേശിതരായ ഗ്രന്ഥകാരന്മാർ സൃഷ്ടിയെക്കുറിച്ചുള്ള സത്യങ്ങൾ ആരംഭത്തിൽ ചേർത്തിരിക്കുന്നത് സൃഷ്ടി ദൈവത്തിൽ നിന്നുള്ള ഉത്ഭവവും അനന്തവും അതിന്റെ ക്രമവും നന്മയും മനുഷ്യന്റെ വിളിയും പാപത്തിന്റെ ദുരന്തവും രക്ഷയുടെ പ്രത്യാശയും അവതരിപ്പിക്കാനാണ് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിന് ഒരിക്കലും ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുകയോ ശാസ്ത്രത്തെ വിശദീകരിക്കുകയോ അല്ല ഉൽപ്പത്തി പുസ്തകത്തിന്റെ ദൗത്യം. ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ ഒരിക്കലും തിരുസഭ നിഷേധിക്കുന്നില്ല. പക്ഷെ ഉൽപ്പത്തി പുസ്തകം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന 3 പ്രധാന വിശ്വാസ രഹസ്യങ്ങളുണ്ട്, ആത്മീയ രഹസ്യങ്ങളുണ്ട്, സത്യങ്ങളുണ്ട്. അവയാണ് നാം നേരത്തെ കണ്ടത്. ഇതുപോലെ പരിണാമ സിദ്ധാന്തത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒരു ക്രൈസ്തവന് സഹായകരമായ ഒരു വിശദീകരണ മാതൃക എന്ന നിലയിൽ പരിണാമ തത്വം നമുക്ക് സ്വീകരിക്കാം. എന്നാൽ ഈ പരിണാമ തത്വം ചരിത്രത്തിൽ പല സമയത്തായി ഖണ്ഡിക്കപ്പെട്ടിട്ടുണ്ട്. പരിണാമത്തെ തിരുസഭ തള്ളിപ്പറയുന്നില്ല. പക്ഷേ പരിണാമവാദം എന്ന അബദ്ധ സിദ്ധാന്തത്തെയാണ് തിരുസഭ തള്ളിപ്പറയുന്നത്. കാരണം പരിണാമവാദം പറയുന്നത് ജീവശാസ്ത്രപരമായ പ്രക്രിയയിൽ ആകസ്മികമായി ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് മനുഷ്യൻ എന്നാണ്. അതായത് പരിണാമത്തിന്റെ ഒരു ചെയിനിൽ എന്നോ ആകസ്മികമായി വളരെ ആക്സിഡന്റലായി ഉണ്ടായ ഒരു വിഭാഗമാണ് മനുഷ്യൻ എന്നാണ് പരിണാമവാദം പറയുന്നത്. എന്നാൽ കത്തോലിക്ക സഭ അത് അംഗീകരിക്കുന്നില്ല. മനുഷ്യൻ എന്ന് പറയുന്നത് പൂർണ്ണമായ അറിവോടുകൂടിയുള്ള ദൈവത്തിന്റെ സൃഷ്ടിയാണ്. എല്ലാ സൃഷ്ടികളുടെയും മകുടമായി ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ആകസ്മികമായി ഉണ്ടായ ഒരു ഉൽപ്പന്നമല്ല. പ്രപഞ്ചത്തിന്റെയും മനുഷ്യന്റെയും അസ്തിത്വം, സാരാംശം, മഹത്വം, ലക്ഷ്യം എന്നീ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഒരിക്കലും ബയോളജിയുടെ ഭാഷയിൽ നമുക്ക് മറുപടി പറയാനാകില്ല. കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് ഒരു മൂലപദാർത്ഥം, അതായത് ഒരു സിംഗിൾ പദാർത്ഥം വികസിച്ച് ജീവികളായി അന്തിമ രൂപം പ്രാപിക്കുന്നതിനുള്ള വളർച്ച അഥവാ രൂപമാറ്റത്തെയാണ് പരിണാമം എന്ന് പറയുന്നത്. പക്ഷേ അത് ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് ഉത്ഭവിക്കുമോ? പരിണാമത്തിലെ ആദ്യ കാരണമായ മൂലപദാർത്ഥം എന്താണ്? ഈ പരിണാമത്തെ കാലാകാലങ്ങളായി ഓരോ ടൈം ലൈനിൽ ക്രമപ്പെടുത്തിയത് ആരാണ്? ഇതിന്റെ തുടർച്ചയായി ഇന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നീ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഈ പരിണാമവാദം നിശബ്ദമാകും. അപ്പോൾ പറഞ്ഞു വന്നത്, സൃഷ്ടിക്ക് അതിൻ്റെതായ നന്മയും പൂർണ്ണതയുമുണ്ട്. പരിണാമ സിദ്ധാന്തം സംശയാതീതമായി തെളിയിക്കപ്പെട്ട ഒരു ശാസ്ത്ര സത്യമല്ല. പക്ഷെ അതൊരു കോമൺലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവസൃഷ്ടിയായ മനുഷ്യ ശരീരം മാറ്റങ്ങൾക്ക് കാലാകാലങ്ങളിൽ വിധേയമായിട്ടുണ്ട് എന്ന നിഗമനം വിശ്വാസത്തിന് ഒരിക്കലും വിരുദ്ധമല്ല. എന്നാൽ മനുഷ്യന്റെ ആത്മാവ് ദൈവത്താൽ നേരിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസ സത്യം. ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി വിവരണം അക്ഷരാർത്ഥത്തിൽ വാച്യമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാനുള്ളതല്ല. ശാസ്ത്രത്തിന്റെ പിന്തുണയോടെ നമുക്കതിനെ മനസ്സിലാക്കാം. പക്ഷെ അത് പങ്കുവയ്ക്കുന്ന ആത്മീയ രഹസ്യങ്ങൾ, ആത്മീയ സത്യങ്ങൾ, വിശ്വാസ സത്യങ്ങൾ നിഷേധിക്കപ്പെടാനുള്ളതല്ല. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഉദ്ദേശം അവ നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്,
പ്രപഞ്ചത്തിന്റെയും ജീവന്റെയും ആദി കാരണം എപ്പോഴും ദൈവമാണ് എന്നുള്ളതാണ്. ഇന്ന് ശാസ്ത്രം ഏറെ പുരോഗമിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്താണ് നാം ഇന്ന് എത്തി നിൽക്കുക. നിർമ്മിത ബുദ്ധി. അതായത് നമ്മുടെ മനുഷ്യബുദ്ധിയെ അനുകരിക്കുന്ന രീതിയിൽ ഒരു നിർമ്മിതമായിട്ടുള്ള ബുദ്ധി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൽ മനുഷ്യൻ സക്സസ്ഫുൾ ആയിരിക്കുകയാണ്. ഒരു മനുഷ്യ മസ്തിഷ്കം ലേൺ ചെയ്യുന്നത് പോലെ, പഠിച്ചെടുക്കുന്നത് പോലെ പ്രശ്നപരിഹാരം നടത്താനും ആശയങ്ങൾ നൽകാനും സാധിക്കുന്ന അൽഗോരിതം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംവിധാനങ്ങളെയാണ് നിർമ്മിത ബുദ്ധി എന്ന് ലളിതമായി പറയുന്നത്. അതായത് ഒരു പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുക അല്ലെങ്കിൽ പരിഹാരം നൽകുക, വിശകലനം ചെയ്യുക എന്നുള്ളതെല്ലാം മനുഷ്യ മസ്തിഷ്കത്തിന് മാത്രം സാധിക്കുന്ന കാര്യങ്ങളായിരുന്നു. എന്നാൽ ഈ ഒരു കഴിവിനെ പല അൽഗോരിതങ്ങൾ ഉപയോഗിച്ച് റെപ്ലിക്കേറ്റ് ചെയ്ത് പല മോഡലുകളെ പഠിച്ച് മനുഷ്യ മസ്തിഷ്കത്തെ അനുകരിക്കുന്ന രീതിയിൽ ഒരു ബുദ്ധി മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. ഈ നിർമ്മിത ബുദ്ധി ഇന്ന് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ മുതൽ എല്ലായിടത്തും വളരെയധികം സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു. ഉദാഹരണത്തിന് ചികിത്സാ മേഖല, രോഗനിർണയം, രോഗകാരണം കണ്ടെത്തൽ, രോഗസാധ്യതയുടെ പ്രവചനം, അങ്ങനെ പല മേഖലകൾ. അതുകൂടാതെ ഒരു ശസ്ത്രക്രിയയ്ക്ക് കൂടുതൽ കൃത്യതയും വേഗതയും നൽകാനുള്ള റോബോട്ടിക് സർജറി മുതലായുള്ള ചികിത്സാ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുക, ഇവയിലെല്ലാം AI സഹായിക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ മേഖല, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുതൽ കാര്യക്ഷമമാക്കാനും യന്ത്രങ്ങളെ നിയന്ത്രിക്കാനുമെല്ലാം AI പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല, ഓരോ വിദ്യാർത്ഥിയുടെയും പഠന ശൈലികൾക്കനുസൃതമായി ഓരോ മോഡലുകൾ വികസിപ്പിക്കാനും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഇൻപുട്ടുകൾ നൽകാനും ഇൻഫർമേഷൻസ് നൽകാനുമെല്ലാം AI ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് സർഗാത്മക മേഖല. ഒരു മനുഷ്യ മസ്തിഷ്കത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സർഗാത്മകമായിട്ടുള്ള ചിത്രങ്ങൾ, ചലനാത്മകമായിട്ടുള്ള വീഡിയോകൾ, ദൃശ്യങ്ങൾ, ഇവയെല്ലാം സൃഷ്ടിച്ചെടുക്കാൻ AIക്ക് സാധിക്കുന്നുണ്ട്. അവയെല്ലാം വളരെ മികച്ച രീതിയിൽ നമ്മുടെ സർഗാത്മക മേഖലയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന ചില വെല്ലുവിളികളുണ്ട്. അതായത് നമ്മുടെ മനുഷ്യ ജീവന്റെ ഭാവി മാറ്റിമറിക്കാൻ ശേഷിയുണ്ട് ഈ നിർമ്മിത ബുദ്ധിക്ക്. അതിന്റെ ഉപയോഗവും വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള പല തൊഴിൽ ഇടങ്ങളും മേഖലകളും ഇതുമൂലം ഇല്ലാതാകുന്നു. പുതിയവ ഉയർന്നു വരുന്നു. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും പ്രൈവസിക്ക് ഭീഷണിയാകുന്നു. അല്ലെങ്കിൽ മനുഷ്യന് യന്ത്രങ്ങളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള സാധ്യത, മൊത്തത്തിലുള്ള സർവിലൻസ്, സൈബർ സുരക്ഷയ്ക്കുള്ള ഭീഷണികൾ, നമ്മുടെ പേഴ്സണൽ ഡേറ്റയുടെ അനധികൃതമായ ഉപയോഗം, ഇവയെല്ലാം AI വികസിക്കുന്നതിലൂടെ നമ്മൾ നേരിടുന്ന ചില വെല്ലുവിളികളാണ്. എന്താണ് AIയെ കുറിച്ച് കത്തോലിക്ക സഭയുടെ വീക്ഷണമെന്ന് നമുക്ക് നോക്കാം. അതായത് ഹ്യൂമൻ ഡിഗ്നിറ്റി, മനുഷ്യ മാഹാത്മ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഈ നിർമ്മിത ബുദ്ധി നമ്മൾ ഉപയോഗിക്കാൻ എന്നുള്ളതാണ് സഭയുടെ ദർശനം. ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് പകരമായിട്ടല്ല, മറിച്ച് നമുക്ക് ആവശ്യമായ സഹായം നൽകുന്ന സാങ്കേതിക വിദ്യ എന്ന നിലയിലാണ് ഈ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ അന്തസ്സ്, വിശുദ്ധി, സ്വാതന്ത്ര്യം, ക്രിയേറ്റിവിറ്റി എന്നിവയ്ക്ക് കോട്ടം വരുത്തുന്ന രീതിയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല. സമാധാനം, നീതി, പൊതുനന്മ, ഈ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ AI ഉപയോഗിക്കുമ്പോൾ തെറ്റായ വിവരങ്ങൾ, വിവേചനം എന്നിവയ്ക്കെതിരെ നമ്മൾ എപ്പോഴും ജാഗ്രത പുലർത്തണം. നിർമ്മിത ബുദ്ധിക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അതൊരു മനുഷ്യ മസ്തിഷ്കമല്ല. നിർമ്മിത ബുദ്ധി നൽകുന്ന ഔട്ട്പുട്ടുകളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുന്ന ഡേറ്റ, അത് ലേൺ ചെയ്യുന്ന ഡേറ്റ, അതിന്റെ ഘടന എന്നിവയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങൾ പരിഹരിക്കാൻ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന ഡേറ്റയുടെ സത്യസന്ധതയും ക്വാളിറ്റിയും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ AI നൽകുന്ന ഔട്ട്പുട്ട് എപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും തെറ്റായതായിരിക്കും, വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം എപ്പോഴും വ്യക്തിയുടെയും സമൂഹത്തിന്റെയും നന്മ ഉറപ്പാക്കുന്നതിനും വ്യക്തിയുടെയും സമൂഹത്തിന്റെയും സ്വാതന്ത്ര്യവും സ്വകാര്യതയും ഉറപ്പാക്കുന്നതും ദൈവഹിതവും അടിസ്ഥാന ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കുന്നതുമായിരിക്കണമെന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. അവസാനമായി സഭയ്ക്ക് ശാസ്ത്രത്തോടുള്ള കാഴ്ചപ്പാട് എന്താണെന്നാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്.
ദൈവവിശ്വാസവും ശാസ്ത്രവും പരസ്പരം പൂരകങ്ങളാണെന്ന് നാം പഠിച്ചു. അവ തമ്മിലുള്ള പരസ്പര സഹകരണം മനുഷ്യരാശിയുടെ സമഗ്ര പുരോഗതിക്ക് ആവശ്യമാണെന്ന് സഭ പഠിപ്പിക്കുന്നു. പ്രപഞ്ചവും മനുഷ്യനും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം മനുഷ്യനാണ്. ശാസ്ത്രത്തിന്റെ പുരോഗതിയിൽ സംഭവിച്ച തെറ്റായ സമീപനങ്ങളെയും അധാർമിക നിലപാടുകളെയും സത്യത്തിന്റെ വാഹക എന്ന നിലയിൽ സഭ എപ്പോഴും തിരുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ശാസ്ത്രത്തിന്റെ ശരിയായ സമീപനങ്ങളെയും വളർച്ചയെയും സഭ എപ്പോഴും പിന്തുണയ്ക്കുന്നു. ആധുനിക ശാസ്ത്രം പിറവിയെടുത്തത് എന്ന് പറയുന്ന വെസ്റ്റേൺ വേൾഡ്, പാശ്ചാത്യ ലോകത്ത് അതിന് എപ്പോഴും പ്രേരകമായതും പിന്തുണയായതും തിരുസഭ തന്നെയാണ്. അതിനുവേണ്ടി നിലകൊണ്ട ചരിത്രമാണ് എപ്പോഴും തിരുസഭയ്ക്ക് ഉള്ളത്. അതിന്റെ ചില ഉദാഹരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പൊന്തിഫിക്കൽ സയൻസ് അക്കാദമി 1603 ക്ലെമന്റ് 13 മാർപ്പാപ്പ സ്ഥാപിച്ച ശാസ്ത്ര പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും കേന്ദ്രമായിരുന്നു ഈ പൊന്തിഫിക്കൽ സയൻസ് അക്കാദമി. ഇതിന്റെ നേതൃത്വ നിരയിൽ പ്രവർത്തിച്ച ഒരാളാണ് പ്രസിദ്ധനായ ഗലീലിയോ ഗലീലി. റോമിലെ പരിശുദ്ധ സിംഹാസനത്തിന് കീഴിൽ സ്വയം ഭരണ പദവിയോടുകൂടി നിലകൊള്ളുന്ന പൊന്തിഫിക്കൽ സയൻസ് അക്കാദമി ഇപ്പോഴും ഗണിത, ഭൗതിക, ജൈവ ശാസ്ത്ര മേഖലകളിൽ ഉള്ള പഠനങ്ങളിലും ഗവേഷണങ്ങളിലും ഏർപ്പെടുന്നു. ഈ അക്കാദമിയിലെ അംഗങ്ങളായിരുന്ന 40ഓളം ശാസ്ത്രജ്ഞർ വിവിധ വിഷയങ്ങളിൽ നോബൽ സമ്മാനത്തിന് അർഹരായിട്ടുണ്ട്. അടുത്ത കാര്യമാണ് വത്തിക്കാൻ ഒബ്സർവേറ്ററി, അതായത് ഒരു വാന നിരീക്ഷണ കേന്ദ്രം. 1891 മാർച്ച് 14 ലയോ 13 മാർപ്പാപ്പ സ്ഥാപിച്ച ഈ വാന നിരീക്ഷണ കേന്ദ്രം ആധുനിക കാലത്തെ ഒബ്സർവേറ്ററികളിൽ ഏറ്റവും പഴക്കമുള്ളതാണ്. ഇനി നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇന്ത്യയിലെ ആധുനിക ശാസ്ത്ര പഠനത്തിനായി ഒരു സ്ഥാപനം ആരംഭിച്ചത് ഫാദർ യൂജിൻ ലെഫോണ്ട് ആണ്. അദ്ദേഹം ഒരു കത്തോലിക്ക മിഷണറി ആയിരുന്നു. 2007 ഭാരത സർക്കാരിന്റെ പത്മഭൂഷൺ നൽകി ആദരിച്ച ഫാദർ ഗബ്രിയേൽ ചിറമ്മേൽ ഒരു ജന്തുശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം നമ്മുടെ സീറോ മലബാർ സഭാ വൈദികനായിരുന്നു. ഡോക്ടർ മാത്യു തെക്കേക്കര സൂര്യനെ സംബന്ധിച്ച ഒരു പ്രത്യേക കോൺസ്റ്റന്റ് നിർണയിച്ച അദ്ദേഹം ഒരു ഊർജതന്ത്രജ്ഞനാണ്. അദ്ദേഹം സീറോ മലബാർ സഭയിലെ വൈദികൻ കൂടിയാണ്. ഫാദർ മാത്യു മലേപ്പറമ്പിൽ അത്യധികം ഉൽപാദന ശേഷിയുള്ള വാഴവിത്തുകൾ ഉൽപ്പാദിപ്പിച്ച ജൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹവും സീറോ മലബാർ വൈദികനാണ്. ഇത് നമ്മുടെ സഭയിലുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിനു മുൻപ് പറഞ്ഞത് കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ഇനിഷ്യേറ്റീവ്സുകളിൽ ഒന്നായ പൊന്തിഫിക്കൽ സയൻസ് അക്കാദമി, വത്തിക്കാൻ ഒബ്സർവേറ്ററി എന്നിവയെക്കുറിച്ചാണ്. ഇനി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേർ ഈ ലിസ്റ്റിൽ അംഗങ്ങളാണ്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായ ഗ്രിഗർ മെന്റലിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കാം. അദ്ദേഹം ഒരു അഗസ്റ്റീനിയൻ സന്യാസിയായിരുന്നു. സൈറ്റോളജി, കോശങ്ങളുടെ അതായത് സെൽസിന്റെ സയൻസിന്റെ തുടക്കക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഫാദർ ജീൻ ബാപ്റ്റിസ്റ്റ് ഒരു ബെൽജിയൻ വൈദികനായിരുന്നു. മൊബൈൽ സാങ്കേതിക വിദ്യയ്ക്ക് തുടക്കം കുറിച്ച വയർലെസ് പ്രക്ഷേപണത്തിന് രൂപം നൽകിയ ഫാദർ ജോസഫ് മുർഗസ് ഒരു വൈദികനായിരുന്നു. കത്തോലിക്ക സഭയിൽ ഒരു വൈദികനായിരുന്നു. ഇതുകൂടാതെ നിരവധി ലോക പ്രശസ്തരായ കത്തോലിക്ക വിശ്വാസമുള്ള അൽമായരുമുണ്ട്. ലൂയി പാസ്റ്റർ കെമിസ്ട്രിയും മൈക്രോബയോളജിയുമായിരുന്നു പ്രധാന മേഖലകൾ. വിഷബാധ, ആന്ത്രാക്സ് എന്നിവയ്ക്കുള്ള ആദ്യ പ്രതിരോധ മരുന്നുകൾ കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഈ ലിസ്റ്റ് ഒരു വലിയ ലിസ്റ്റാണ്. അതായത് നാം പറഞ്ഞു വന്ന ആശയം, കത്തോലിക്ക സഭ ഒരിക്കലും ശാസ്ത്രത്തിന് എതിരല്ല, ശാസ്ത്രത്തിന് എപ്പോഴും പിന്തുണയാണ്. ശാസ്ത്രത്തിന്റെ ശരിയായ സമീപനങ്ങളെയും വളർച്ചയെയും സഭ എക്കാലത്തും പിന്തുണയ്ക്കുന്നു. ശാസ്ത്രത്തിന് സംഭാവനകൾ നൽകിയ വളരെയധികം പേർ കത്തോലിക്ക സഭയിൽ നിന്നുള്ള വൈദികരും അൽമായരുമായിരുന്നു. നിരവധി ശാസ്ത്രജ്ഞന്മാർക്ക് ജന്മം നൽകാൻ ക്രൈസ്തവ സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സഹസ്രാബ്ദത്തിൽ നോബൽ സമ്മാനത്തിന് അർഹരായ മഹാശാസ്ത്രജ്ഞന്മാരിൽ വലിയൊരു ശതമാനവും ക്രൈസ്തവരായിരുന്നു. പ്രപഞ്ചത്തിന്റെ രഹസ്യം ആദരവോടും ആനന്ദത്തോടും കൂടി വായിക്കാൻ നമ്മൾ പ്രാപ്തരാകണം. ക്രൈസ്തവ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ശാസ്ത്ര മേഖലയിലെ വളർച്ചയിലും പുരോഗതിയിലും നമ്മൾക്ക് ഇനിയും സംഭാവനകൾ നൽകാൻ കഴിയണം. അങ്ങനെ ദൈവം ദാനമായി നമുക്ക് നൽകിയ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.